ഓക്കെ, ഇനി പേജ് നമ്പർ 75 അല്ലേ ചെയ്യാനുള്ളത്? പേജ് നമ്പർ 75 എല്ലാവരും എടുക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് എ സ്ലോഗൻ ഫോർ വാട്ടർ കൺസർവേഷൻ. സ്ലോഗൻ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ വാക്ക് സ്ലോഗൻ? സ്ലോഗൻ എന്ന വാക്ക് വേർഡ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എനി വൺ സ്ലോഗൻ? ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? ദേവനന്ദ്, യെസ് മോനെ പറയൂ. മുദ്രാവാക്യം. മുദ്രാവാക്യം. അമീറ? മുദ്രാവാക്യം. മാർവ? മുദ്രാവാക്യം. എല്ലാവർക്കും മുദ്രാവാക്യം. മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ് അതാണോ ഉദ്ദേശിക്കുന്നത്? അതാണോ? അതല്ലേ സാധാരണ നമ്മൾ മുദ്രാവാക്യം എന്ന് പറയുന്നത് അല്ലേ? സ്ലോഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാച്ചിങ് ക്യാപ്ഷൻ എന്ന് പറയും. നിങ്ങൾ ടി വിയിൽ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണാറില്ലേ? കാണാറുണ്ടല്ലോ. ആ, ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ആ, അതെന്താണ്? അതൊരു സ്ലോഗനാണ്. ബൂസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ക്യാച്ചിങ് ആയിട്ടുള്ള ക്യാപ്ഷൻ. ആ ഒരു ക്യാപ്ഷൻ ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ആരാണ്? ധോണിയോ ഗാംഗുലിയോ ആരാണ്ടൊക്കെ വന്ന് നമ്മുടെ വിരാട് കോഹ്ലി ഒക്കെ വന്ന് പറയാണ് ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി അല്ലെ? അപ്പൊ ആ ഒരു സ്ലോഗൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും, ഓ എനിക്ക് വിരാട് കോഹ്ലിയെ പോരാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് വാങ്ങിച്ചാലോ എന്നൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിൽ വരുമായിരിക്കും അല്ലെ? ആണോ? സോ അതിനെയാണ് നമ്മൾ ഒരു സ്ലോഗൻ എന്ന് നമ്മൾ പറയുക. ഒരു ക്യാച്ചിങ് ആയിട്ടുള്ള, നമുക്ക് കേൾക്കുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ, ഒരു ടൈറ്റിൽ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് സ്ലോഗൻ എന്ന് പറയുന്നത്. സോ വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട് ഒരു സ്ലോഗൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടറിനെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഒരു ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ ഇംഗ്ലീഷിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരികയാണ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങളൊന്ന് ഐഡിയ ഒന്ന് ഇമാജിൻ ഒന്ന് ചെയ്തിട്ട് ആർക്കെങ്കിലും എഴുതാൻ സാധിക്കുന്നുണ്ടോ എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായല്ലോ? റൈറ്റ് എ ക്യാച്ചിങ് ക്യാപ്ഷൻ ടു സേവ് വാട്ടർ. നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ എത്രയുണ്ടെന്നൊന്ന് കേൾക്കട്ടെ. അതൊരു ഹോംവർക്ക് ആണ് കേട്ടോ. അടുത്ത EVSന്റെ നാളെ ഉണ്ടല്ലോ. നാളെ ഇല്ലേ EVS? ആ, നാളെ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ. നെക്സ്റ്റും അതിനോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ നെയിംസ് ഓഫ് 2 പ്ലേസസ് വേർ യു വിൽ ഡിസ്പ്ലേ ദി സ്ലോഗൻ. അപ്പൊ സ്ലോഗൻ എഴുതിയാൽ മാത്രം പോരാ, അത് എവിടെയാണ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് നിങ്ങൾ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പുകവലി പാടില്ല, അങ്ങനെ ഒരു സ്ലോഗൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോ സ്മോക്കിംഗ് അല്ലെ? നമ്മള് സിനിമയൊക്കെ കാണാൻ തിയേറ്ററിൽ പോകുമ്പോ അവിടെ എഴുതി കാണിക്കും അല്ലെ? ഷോപ്പിലൊക്കെ പോകുമ്പോ അവിടെ എഴുതിയിട്ടുണ്ടാവും നോ സ്മോക്കിംഗ്. ഓക്കെ, അതുപോലെ നിങ്ങൾ സ്ലോഗൻ എഴുതിയിട്ട് അത് എവിടെയാണ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പൊ വാട്ടർ പ്രിസർവ് ചെയ്യേണ്ട ആവശ്യകത എവിടെയാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അവിടെയായിരിക്കുമല്ലോ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് അല്ലെ? അപ്പൊ അത് രണ്ടും ഒന്ന് ചിന്തിച്ചുകൊണ്ട് വരിക. ഐഡിയാസ്, ഓരോരുത്തരുടെ ഐഡിയാസ് എല്ലാവരോടും ഞാൻ ചോദിക്കും. ഒരാൾ പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കണ്ട, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യൂ ഒരു സ്ലോഗൻ. അത് നിങ്ങൾ എവിടെ അത് പ്രദർശിപ്പിക്കും, എവിടെയാണ് നിങ്ങൾ ആ സ്ലോഗൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആണെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, യെസ്, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 3. ടിക്ക് ദ വേസ് ഇൻ വിച്ച് യു ക്യാൻ സേവ് വാട്ടർ. അവിടെ കുറെ കാര്യങ്ങൾ, 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് വാട്ടർ സേവ് ചെയ്യാൻ വേണ്ടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? എല്ലാരും ഒന്ന് നോക്കി ടിക്ക് ചെയ്ത് ഞാൻ ചോദിക്കാം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, പുകവലി പാടില്ല, അതൊരു സ്ലോഗനാണ്. നോ സ്മോക്കിംഗ്. നമ്മൾ സാധാരണ അത് എവിടെയൊക്കെയാണ് കാണുക? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. തിയേറ്ററിൽ നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോ ആദ്യം പിക്ചർ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എഴുതി കാണിക്കും നോ സ്മോക്കിംഗ്. കണ്ടിട്ടില്ലേ സ്ക്രീനില്? പിന്നെ അതുപോലെ ചിലപ്പോ സ്കൂളിൽ എഴുതിയിട്ടുണ്ടാവും, സ്കൂളിൽ നിങ്ങൾക്ക് കാണാം നോ സ്മോക്കിംഗ്. ഓക്കെ, അപ്പൊ അവിടെ വരുന്ന ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ലോഗൻ അവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതുപോലെ വാട്ടറിനെ സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു സ്ലോഗൻ, ഒരു ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ ആലോചിക്കുക.
അത് എവിടെ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നിങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്യാൻ സാധിക്കും? ഏതൊക്കെ ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ? ഓക്കെ, ആ ഒരു സ്ഥലത്തിന്റെ പേര് എവിടെയാണ്? ഓക്കെ, ഏത് സ്ഥലത്ത് നിങ്ങൾ ആ ഒരു ക്യാപ്ഷൻ എഴുതിയിട്ട് അത് എവിടെയാണ് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? എവിടെയാണ് നിങ്ങൾ ഒരു ബോർഡാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞത് നോ സ്മോക്കിംഗ്. ഓക്കെ, ചില ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ടാവും നോ സ്മോക്കിംഗ്. ഓക്കെ, സോ ആ ഓഫീസിൽ പുകവലി പാടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, സോ അതുപോലെ നിങ്ങൾ സേവ് വാട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു സ്ലോഗൻ എഴുതുക. അത് നിങ്ങൾ എവിടെ വെക്കും? ഏത് സ്ഥലത്താണ് നിങ്ങൾ ആ സ്ലോഗൻ എഴുതി ഒട്ടിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ് നിമ്രയ്ക്ക് എന്താണ് ഡൗട്ട്? ഈ ക്വസ്റ്റ്യൻസ് വായിക്കാനായിരുന്നു. ഓക്കെ, പൈഹയ്ക്കും ഭവ്യക്കും ഒക്കെ എന്താണ് ഡൗട്ട്? പേജ് നമ്പർ എത്രയാണ്? നമ്പർ 75. ഭവ്യക്ക് എന്താണ്? ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഒരു പുകവലിന്റെ ചോദിച്ചിട്ടില്ലായിരുന്നോ? അതിന്റെ പുകവലിന്റെ അതിന്റെ ആൻസേഴ്സ് പറയാനായിരുന്നു. ഓക്കെ, മാർവ ഇപ്പൊ പറയണ്ട മോളെ, നാളെ പറയാ കേട്ടോ ആൻസർ. അതില്ലേ പിന്നെ ഒന്നാമത്തെ ആൻസർ എനിക്ക് അറിയില്ല മിസ്. നോട്ട് ഫോട്ടോ വിടോ? ഒന്നാമത്തെ ആൻസറോ? പേജ് നമ്പർ 75 ആണോ? യെസ് മിസ്. ഞാൻ തരില്ല. എല്ലാം മിസ് നോട്ട് എഴുതി എല്ലാം മിസ് എഴുതുന്ന ഇങ്ങനെ കോപ്പി അടിച്ചുകൊണ്ടിരിക്കാനല്ലേ? വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. നാളെ എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. നാളെ വരുമ്പോ ഒരു ക്യാപ്ഷനും കൊണ്ട് വരിക നിങ്ങള്, കേട്ടോ? ടീച്ചർ തരില്ല അതിന്റെ ആൻസർ. ഏറ്റവും നല്ല ക്യാപ്ഷൻ എന്ന് ടീച്ചർക്ക് ഈ കൂട്ടത്തിൽ എല്ലാവരോടും ഞാൻ ചോദിക്കും. ആരും എഴുതിയില്ല, ആലോചിച്ചില്ല എന്നൊന്നും പറഞ്ഞു വരണ്ട. ഈ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല ക്യാപ്ഷൻ എന്ന് ടീച്ചർക്ക് തോന്നുന്നത് അത് ആൻസർ ആയിട്ട് നമ്മൾ എഴുതുന്നതായിരിക്കും. സമ്മതിച്ചോ? അപ്പൊ എല്ലാവരും തെറ്റിയാലൊന്നും ഒരു പ്രശ്നമല്ല. ഇത് കോമ്പറ്റീഷൻ ഒന്നുമല്ല. എന്താണ് കൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു വെള്ളത്തിനെ വേസ്റ്റ് ചെയ്യാതെ അതിനെ സേവ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ക്യാപ്ഷൻ എഴുതുക. ഓക്കെ, തെറ്റിയാലൊന്നും ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏറ്റവും നല്ല ഒരു ആൻസർ നമുക്ക് എടുത്തിട്ട് നമ്മൾ അത് ആൻസർ ആയിട്ട് എഴുതും. ഓക്കെ, യെസ്. സോ ടിക്ക് ചെയ്തോ തേർഡ് ക്വസ്റ്റ്യൻ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ എല്ലാവർക്കും? സൂര്യദേവ് ഒന്ന് ആൻസർ പറഞ്ഞ മോനെ. സൂര്യദേവ്. Wash vehicles using a mug and a bucket. അത് ടിക്ക് ചെയ്തു. പിന്നെ ഒരെണ്ണം മാത്രമേ ഉള്ളോ? അത് മാത്രമേ ഉള്ളൂ? അത് മാത്രമേ കിട്ടിയുള്ളൂ. ഓക്കെ, കൃഷ്ണദേവൻ എന്താ? കൃഷ്ണദേവ് പോയോ? കൃഷ്ണദേവൻ പറഞ്ഞേ. 3 ദേവന്മാരും അടുത്തടുത്താണ്. ധ്യാൻദേവ്, സൂര്യദേവ്, കൃഷ്ണദേവ്. ഓക്കെ ഓക്കെ. ഫിക്സ് ലീക്കി ടാപ്സ് ആൻഡ് പൈപ്സ്. അതെ, ഇനി വല്ലതും ഉണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? പറയുന്നതിന് മുമ്പ് മൈക്ക് ഓഫ് ചെയ്ത് കളഞ്ഞല്ലോ അവിടെ കൃഷ്ണദേവ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? യെസ്. സോ 2 എണ്ണമാണ്. അതിനകത്ത് 4 ഓപ്ഷൻ ഉണ്ട്, ആൻസർ ഉണ്ട്. അതിനകത്തുനിന്ന് 2 എണ്ണമാണ് നമ്മൾക്ക് ഹൗ യു ക്യാൻ സേവ് വാട്ടർ എന്നുള്ള ആൻസറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഫിക്സ് ലീക്കി ടാപ്സ് ആൻഡ് പൈപ്സ് ആൻഡ് വാഷ് വെഹിക്കിൾസ് യൂസിങ് എ മഗ് ആൻഡ് എ ബക്കറ്റ്. ഓക്കെ, യൂസ് ഷവർ ടു ടേക്ക് എ ബാത്ത്. അതില് വെള്ളം വേസ്റ്റ് ആവുകയാണ് ചെയ്യുക. കീപ് ദ ടാപ്പ് ഓപ്പൺ ആഫ്റ്റർ യൂസ്. ടാപ്പുകൾ തുറന്നു വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യു ഷുഡ് നെവർ ഡു ദാറ്റ്. ഓക്കെ, ഓൾവേസ് കീപ് യുവർ ടാപ്പ് ക്ലോസ് ആഫ്റ്റർ യൂസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മളുടെ ചാപ്റ്റർ നമ്പർ 8 അവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നാളെ വരുമ്പോൾ എല്ലാവരും സ്ലോഗനും അതെവിടെ പ്രദർശിപ്പിക്കും എന്നുള്ള കാര്യവും എഴുതിക്കൊണ്ട് വരിക. ക്ലിയർ? ചാപ്റ്റർ നമ്പർ 9
പ്ലാന്റ്സ് അറൌണ്ട് അസ്. നമ്മളിപ്പോ ഈ ചാപ്റ്ററിൽ വാട്ടറിനെ പറ്റി പഠിച്ചു. അടുത്തത് പ്ലാന്റിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ പ്ലാന്റ്സ് അറൌണ്ട് അസ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പ്ലാന്റ്സ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് അവർ ലൈഫ് അല്ലെ. ലൈക്ക് വാട്ടർ, നമ്മൾ പ്ലാന്റ്സിനെ പല കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. മെയിൻ കാര്യം എന്താണ്? വി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ് ഫോർ ഫുഡ് അല്ലെ. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള മെജോറിറ്റി ഓഫ് ഫുഡും നമ്മള് പ്ലാന്റ്സിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെ. വി ഡിപ്പെൻഡ്, ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽസ് ബോത്ത് ദേ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ദെയർ ഫുഡ്. ഓക്കെ, പിന്നെ എന്താണ്? പ്ലാന്റ്സിൽ നിന്ന് നമ്മള് പൊല്യൂഷന്റെ ചാപ്റ്റർ പഠിച്ചതാണ് അല്ലെ. അവര് എയറിനെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പ്ലാന്റ്സിൽ നിന്ന് പല വിധത്തിലുള്ള പ്രോഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ടിമ്പർ, തടി, മെഡിസിൻസ്, മെഴുക്, ഹണി അല്ലെ. പിന്നെ അതുപോലെ പല പ്രോഡക്ട്സ് നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പല ആനിമൽസിന്റെയും ബേർഡ്സിന്റെയും ഒക്കെ ഹോം ആണ് ട്രീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അവർ താമസിക്കുന്നത് തന്നെ ട്രീസിലാണ്. സോ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് അവർ ലൈഫ്. സോ പ്ലാന്റ്സിന് പ്രധാനമായിട്ട് നമ്മൾ ഒരു ചെടിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ താഴെ തൊട്ട് മേള് വരെയുള്ള ഭാഗത്തിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 parts. First one is shoot, second one is root. റൂട്ട് എന്നും ഷൂട്ട് എന്നുമാണ് നമ്മളുടെ പ്ലാന്റ്സിന്റെ ഭാഗങ്ങളെ നമ്മള് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? റൂട്ട് ആൻഡ് ഷൂട്ട്. ഓക്കെ, റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേര്. ദാറ്റ് ഈസ് സീൻ ബിലോ ദ ഗ്രൗണ്ട്, ബിലോ ദ സോയിൽ അല്ലെ. മണ്ണിന്റെ അടിയിലാണ് നമ്മൾക്ക് റൂട്ട് കാണാൻ സാധിക്കുക. മണ്ണിന്റെ മുകളിൽ വരുന്ന ബാക്കിയുള്ള ഭാഗത്തിനെ എല്ലാം കൂടെ നമ്മള് ഷൂട്ട് എന്ന് പറയും. ക്ലിയർ? ഷൂട്ട് ആൻഡ് റൂട്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അടിയിൽ കാണുന്ന ഭാഗം. ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന്റെ മുകളിൽ കാണുന്ന ബാക്കി എല്ലാ ഭാഗത്തിനെയും കൂടെ ടോട്ടലായിട്ട് നമ്മള് ഷൂട്ട് എന്ന് പറയും അല്ലെ. മണ്ണിന്റെ മുകളിൽ നമ്മൾ ഏതൊക്കെ ഭാഗത്തിനെ കാണുന്നുണ്ട്? മണ്ണിന്റെ മുകളിൽ കാണുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ദേവദർശൻ പറയൂ. വാട്ട് ആർ ദ പാർട്സ് വി ക്യാൻ സീ എബോവ് ദ സോയിൽ? Plant parts. Above the soil, I am asking. Above the soil. എന്താണ് മോനെ ഇത്ര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്? അമ്മൻ അനീഷ് പറയൂ. ടീച്ചർ ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്നതല്ലേ? അമ്മൻ അനീഷ് പറഞ്ഞേ. What are the plant parts that is seen above the soil? Stem, leaf, fruit, ചെടി ആലോചിച്ചു. ഫ്രൂട്ട്. ഫ്രൂട്ട് എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? ഫ്ലവർ. യെസ്. സോ എന്തൊക്കെയാണ് പറഞ്ഞത്? ദേവദർശന് ക്വസ്റ്റ്യൻ മനസ്സിലാവാഞ്ഞിട്ടാണോ? മണ്ണിന്റെ മുകളിൽ കാണുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റാർട്ടിങ് വിത്ത് സ്റ്റെം, ലീഫ്, then flower, ബഡ് ഉണ്ട്. ബഡിൽ നിന്ന് ഫ്ലവർ ആവുന്നു അല്ലെ. ഫ്ലവറിൽ നിന്ന് എന്താവുന്നു? ഫ്രൂട്ട്സ്, then സീഡ്സ് ഉണ്ട് അല്ലെ. അങ്ങനെ പല ഭാഗങ്ങളുണ്ട് മണ്ണിന്റെ മുകളിൽ. സോ ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഷൂട്ട് എന്ന് പറയും. ഓക്കെ, സോ പ്ലാന്റ് പാർട്സ് ആർ ഡിവൈഡഡ് ഇൻടു 2: റൂട്ട്, ഷൂട്ട്. ഓക്കെ, റൂട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സീൻ ബിലോ ദ ഗ്രൗണ്ട് and shoot above the ground. മണ്ണിന്റെ മുകളിൽ കാണുന്ന ഭാഗത്തിന് എല്ലാം കൂടെ. That includes what all? Leaf, stem, flower, fruit, bud, seed. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഷൂട്ട് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ്. നൗഷിയ, what are the different parts of plants? What are the different parts of plants? ബുക്ക് നോക്കണ്ട, ടെക്സ്റ്റ് ഒക്കെ അടച്ചു വെക്കണ്ട. ഞാൻ പഠിപ്പിക്കുമ്പോ ആരും ടെക്സ്റ്റ് ഒന്നും നോക്കിയിരിക്കണ്ട. ടീച്ചറോടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആൻസർ പറയാൻ നേരം ഉടനെ ടെക്സ്റ്റിലോട്ടാണ് നോക്കുന്നത്. കേക്കട്ടെ.
ആ shoot, ആ ഇനി വല്ലതും ഉണ്ടോ? ഇനി വല്ലതും ഉണ്ടോ നൗഷിയ? അവിടെ നിക്കുന്നില്ല, പിന്നെ മുമ്പിലോട്ട് പോവാണ്. റൂട്ട്, ഷൂട്ട്, പിന്നെ വല്ലതും ഉണ്ടോ? ഉറപ്പാണോ? പകുതി ഡൗട്ടിലാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എവിടെ പോയി ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ലേ? അഹമ്മദ് ഫയസ്. shot, shoot, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എവിടെയാണ് കാണുന്നത്? റൂട്ട് വേർ ഇറ്റ് ഈസ് സീൻ? under, അണ്ടർ വാട്ട്? under, അണ്ടർ സാൻഡോ? എന്താണ്? sand, സാൻഡ്. സോയിൽ എന്ന് പറയൂ. അണ്ടർ ദ സോയിൽ അല്ലെങ്കിൽ അണ്ടർ ദ ഗ്രൗണ്ട് എന്ന് പറയൂ. ഓക്കെ, ആ അണ്ടർ ദ സോയിൽ. ആൻഡ് റൂട്ട് അല്ല സോറി ഷൂട്ട്. ഷൂട്ട് എവിടെയാണ് കാണുന്നത് റൈസാന? ഷൂട്ട് above the ground, above the ground. Yes. Then തേജസ് ഒരു ഷൂട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഷൂട്ടിനകത്ത് എന്തൊക്കെയാണ് വരിക? flower, ടെക്സ്റ്റ് തുറന്നു വെച്ചിരിക്കുകയാണ്. ആ കേക്കട്ടെ. ഫ്ലവർ, പിന്നെ flower, ആ fruits, ആ vegetable, വെജിറ്റബിളോ? ആ കേക്കട്ടെ. പിന്നെ പ്ലാന്റ് പാർട്സ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ? എന്താണ് ഓർമ്മ കിട്ടാത്തെ? മെയിൻ പാർട്ട് ഇപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ. പ്ലാന്റിന്റെ മെയിൻ പാർട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും. അൻഹാജ്മേർ, ഇതാണ് പ്ലാന്റിന്റെ മെയിൻ പാർട്ട്. അൻഹാജ്മേർ yes please, അറിയൂ എന്തൊക്കെയാണ്? ഷൂട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് വരിക? stem, ആ ആ flower, ആ seed, fruit, leaf, ഒരു മെയിൻ ലീഫ്, സ്റ്റെം, ലീഫ്, ഫ്രൂട്ട്, ഫ്ലവർ, ബഡ്, സീഡ്, ഇതൊക്കെ ചേർന്നതാണ് നമ്മളുടെ ഷൂട്ട് എന്ന് പറയാ. ഓക്കെ, ക്ലിയർ? യെസ്, ഓക്കെ. ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാരും ഹോംവർക്ക് എല്ലാവരും കേട്ടല്ലോ? എല്ലാവരും എഴുതിക്കൊണ്ട് വരണം. ക്ലിയർ? യെസ്, ഓക്കെ, ഫൈൻ. താങ്ക് യു. See you in the next class. Bye bye.